സിദ്ധവൈദ്യം, ജ്ഞാനം, രസവാദം അഥവാ ആൽക്കമി, കായകൽപ്പമുറൈ, ധനുശാസ്ത്രം, യോഗം തുടങ്ങി ഭോഗർ അത്ഭുതജ്ഞാനം നിറയുന്ന സിദ്ധപുരുഷനായിരുന്നു. ഭോഗർ, ഭോഗനാഥർ, ബോയാങ് മനുഷ്യ സാധ്യതകൾക്കപ്പുറത്ത് അമരനായി നിർവികൽപ്പ സമാധിയിൽ വിലയം പ്രാപിച്ചിരിക്കുകയാണ്. ഭോഗർ ഇവിടെ അവസാനിക്കുന്നില്ല. നവപാഷാണ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭോഗർ ഒരു വിഗ്രഹം കൂടി ഉണ്ടാക്കി. വരും കാലത്തിന് വേണ്ടി എവിടെയോ അത് സൂക്ഷിച്ചു വെച്ചു. ഒരിക്കൽ അദ്ദേഹം തിരിച്ചു വരും, അല്ലെങ്കിൽ ഭോഗർ ഒരാളെ നിയോഗിക്കും. അയാൾ രണ്ടാം വിഗ്രഹം ലോകത്തിനു കാണിച്ചു കൊടുക്കും. വർഷങ്ങൾക്കിപ്പുറവും വിശ്വാസികൾ ഭോഗർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഭോഗർ നിയോഗിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്, ഒരു യുഗപ്പിറവിക്ക് വേണ്ടി. ഇപ്പോൾ ഇതാ ഒരു സാധാരണ മനുഷ്യൻ, സിദ്ധനോ ഗുരുവോ മനുഷ്യാവതാരമെടുത്ത ദൈവമോ ഒന്നും തന്നെയല്ല, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു.